അതാണ് സാഹചര്യം. എന്തായാലും കിരൺ, മറ്റൊന്ന് ഈ രാഹുൽ ഗാന്ധിക്കെതിരായ ബി.ജെ.പി എംപിമാരുടെ അധിക്ഷേപ പരാമർശത്തിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായിരിക്കുമല്ലേ? നവംബർ 25-നാണ് പാർലമെന്റ് ശീതകാല സമ്മേളനം ആരംഭിച്ചത്. ശീതകാല സമ്മേളനം ആരംഭിച്ച ദിവസം മുതൽ തന്നെ അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി പാർട്ടി അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ഈ ആവശ്യം തുടർച്ചയായി ഈ ആവശ്യത്തിൽ നോട്ടീസ് നൽകുന്നു. പക്ഷേ ഈ നോട്ടീസ് ഒരിക്കൽ പോലും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. ഇതേ തുടർന്ന് നിരന്തരമായി പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ബഹളം വെക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഒരു ദിവസം സഭാ നടപടികൾ തടസ്സപ്പെടുത്താതെയുള്ള ബഹളത്തിലേക്ക് സഹകരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇതിനിടയിൽ ഇന്ത്യ സഖ്യത്തിനിടയിൽ ഭിന്നത പുറത്തു വന്നു. തൃണമൂൽ കോൺഗ്രസ് പ്രധാനമായും ഈ വിഷയത്തിൽ ഞങ്ങളില്ല, ബംഗാളിന്റെ വിഷയമാണ് ഞങ്ങൾക്ക് പ്രധാനം, അത് ഉന്നയിക്കണമെന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ യുപിയിലെ സമാജ്വാദി പാർട്ടിയും സമാനമായ ആവശ്യവുമായി രംഗത്ത് വന്നു. സംഭാൽ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം, സംഭാൽ വിഷയമാണ് ഇതിനേക്കാൾ പ്രധാനം, അദാനിയേക്കാൾ പ്രധാനമാണ് സംഭാൽ വിഷയം, ഇത് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നു. ഇന്നലെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുത്തെങ്കിലും തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും ഈ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇന്നലെ ഓവർകോട്ടിന് പുറത്ത് അദാനിയും മോദിയും ഒന്നാണ് എന്നുള്ള മോദിയെ സംരക്ഷിക്കുന്ന അദാനിയെ സംരക്ഷിക്കുന്ന മോദിയാണ് എന്നുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയും അതോടൊപ്പം തന്നെ തങ്ങളുടെ ഉടുപ്പിൽ അത്തരം ഒരു സ്റ്റിക്കർ പതിച്ചുമാണ് പ്രതിപക്ഷ എംപിമാരെല്ലാം സഭയിലെത്തിയത്. ആ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് സാധ്യത. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്ത് ആക്രമിക്കുന്ന രീതിയിലേക്ക്, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ബി.ജെ.പി എംപിമാരുടെ അടക്കം പരാമർശമുണ്ടായത്. ഈ വിഷയവും ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് സാധ്യത. ശരി, ആർ കിരൺ ബാബുവാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.